ജോൺ ബ്രിട്ടാസ് അന്ന് ഈ പറഞ്ഞ അയോധ്യ വിധിക്കാലത്ത് ഒരു ചർച്ചയിൽ താങ്കൾ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല എന്നൊരു ചർച്ചയിൽ പറയുമ്പോൾ ഞാൻ ആലോചിച്ചു, ഞാൻ മനസ്സിലാലോചിച്ച കാര്യം അങ്ങനെ പറയുകയാണ്. ഇയാൾ ഇതെന്താണ് പറയുന്നത്? രാജ്യത്തിൻ്റെ പോയകാലത്തെ മുറിവുണക്കാൻ ഒരു വിധി വരുമ്പോൾ ഈ എന്തൊരു എന്താണ് ദോഷേകതൃക്കാണ് ഇയാൾക്ക് വാടച്ച് മിണ്ടാതിരുന്നൂടെ എന്ന് വ്യക്തിയുടെ മനസ്സിൽ വിചാരിച്ച ആളാണ് ഞാൻ. ശ്രീ ജോൺ ബ്രിട്ടാസ് അന്ന് പറഞ്ഞത് ശരിയാണെന്നും എൻ്റെ ചിന്ത രാഷ്ട്രീയമായി തെറ്റിപ്പോയെന്നും ഞാനിപ്പോൾ തിരിച്ചറിയുന്നു. അതിന് പിന്നാലെ നമ്മൾ കണ്ടു എന്താണ് ശ്രീ ജോൺ ബ്രിട്ടാസ് അതിന് പിന്നാലെ നമ്മൾ കണ്ടത് ഗ്യാൻവ്യാപി കണ്ടു, ഇതാ ഇപ്പോൾ സമ്പൽ കാണുന്നു, അജ്മീർ കാണുന്നു, ഡൽഹി ജുമാ മസ്ജിദ് കാണുന്നു, താജ്മഹൽ തേജോമയമാണെന്ന് കാണുന്നു, തേജോമഹലാണെന്ന് കാണുന്നു, കുത്തബ് മിനാർ കാണുന്നു. ഈ പണ്ടാരപ്പെട്ടി തുറന്ന് അങ്ങനെ നിൽപ്പാണ് ശ്രീ ജോൺ ബ്രിട്ടാസ്. നമ്മളെ ദുർവിധി. ഇന്ന് രാഹുൽ ഗാന്ധി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഒരു നിരോധനാജ്ഞയുടെ പേര് പറഞ്ഞ് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെ അതിർത്തിയിൽ തടയൽ ന്യായീകരിക്കത്തക്കതാണോ ശ്രീ ജോൺ ബ്രിട്ടാസ്? ഹാഷ്മി, എന്തായാലും അയോധ്യ വിധി പ്രസ്താവം വരുമ്പോൾ ഇത് തുടക്കം മാത്രമാണ്, അതൊരു അവസാനമാണെന്ന് കരുതരുത് എന്ന് പറഞ്ഞപ്പോൾ ഹാഷ്മി പോലും ഞാൻ എന്ത് ഭ്രാന്താണ് പറയുന്നത്, എൻ്റെ മനസ്സിൽ എന്തെങ്കിലും തരത്തിലുള്ള ദോഷമുണ്ടോ, അതല്ലെങ്കിൽ ഞാനത് വക്രീകരിക്കുകയാണോ എന്ന് താങ്കൾ സംശയിച്ചു. അങ്ങനെ സംശയിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. എന്നെ അത് പറയാൻ പ്രേരിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ബാബറി മസ്ജിദിൻ്റെ പതനം എൻ്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഞാൻ നോക്കിക്കണ്ടതാണ്. ആ മസ്ജിദിൻ്റെ മിനാരങ്ങൾ ധൂളികളായി അന്തരീക്ഷത്തിൽ ലയിക്കുമ്പോൾ ഇന്ത്യ എങ്ങനെയാണ് മാറാൻ പോകുന്നതെന്ന് മനസ്സിൽ കുറിച്ചിട്ടതാണ്. ആ കുറിച്ചിട്ട വഴിത്താരയിലൂടെ തന്നെയാണ് ഇന്ത്യ മുമ്പോട്ട് പോയത്. അതുകൊണ്ട് തന്നെ ആ അനുഭവമാണ് ഒരുപക്ഷെ നമ്മുടെ ഇന്ത്യ, നമ്മൾ മലയാളികൾ മനസ്സിൽ പേറുന്ന ഇന്ത്യ എന്നുള്ള ആശയത്തിന് ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു ഇന്ത്യയെ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ള ഒരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അന്ന് ആ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. ഇപ്പോൾ സമ്പലിനെ കുറിച്ച് പറഞ്ഞു. ഒരുപക്ഷെ സമ്പലിലെ ജനങ്ങൾ സമ്പലിനെ വിളിക്കുന്നത് സമ്പലിലെ ബാബറി മസ്ജിദ് എന്നാണ്. മനസ്സിലാക്കണം, ബാബർ പണിതീർത്ത ഒരു മസ്ജിദായിട്ട് തന്നെയാണ് അവിടെയുള്ള ജനങ്ങൾ അതിനെ കാണുന്നത്. 460 വർഷം ഒന്ന് ചിന്തിക്കുക. 500 വർഷം 550 വർഷം സമാധാനത്തോടെ നിലനിന്ന ഒരു പ്രദേശം ഇന്ന് പോലീസിൻ്റെ നരനായാട്ടിന് വിധേയമായിരിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് 2500 FIRകളെങ്കിലും അവിടെയുള്ള തദ്ദേശവാസികൾക്കെതിരെ യഥാർത്ഥത്തിൽ പോലീസ് ഫയൽ ചെയ്തു. ആ മസ്ജിദിന് ചുറ്റുമുള്ള ആൾക്കാരെല്ലാം അവിടെ നിന്ന് പലായനം ചെയ്തു. ഒരു ഭീകര അന്തരീക്ഷമാണ്. ഞങ്ങളുടെ പാർട്ടി നേതാക്കൾ അങ്ങോട്ട് MP-മാരുടെ സംഘത്തെ അയക്കാൻ വേണ്ടി അനുമതി തേടിയിരുന്നു. പക്ഷേ അനുമതി തരില്ല. മാത്രമല്ല, നിങ്ങൾ സംഘർഷത്തിന് ആക്കം കൂട്ടുമെന്ന് അവർ ഇങ്ങോട്ട് തർക്കിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഒരുപക്ഷെ നമ്മുടെ ഒരു സാന്നിധ്യം കൊണ്ട് ഒരു സംഘർഷം വഷളാകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങോട്ട് പോകാതിരിക്കുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയിലെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു സംഘത്തെ യഥാർത്ഥത്തിൽ ഗവൺമെൻറ് തന്നെയാണ് അയക്കേണ്ടത്. മണിപ്പൂരിലേക്കൊരു സർവകക്ഷി സംഘത്തെ പ്രധാനമന്ത്രി നയിച്ചിരുന്നെങ്കിൽ എത്ര വ്യത്യസ്തമാകുമായിരുന്നു മണിപ്പൂരിലെ സ്ഥിതിയെന്ന് ഇന്നെല്ലാവരും പറയുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ടൊരു വികാരം, നമ്മൾ ഈ പറയുന്ന ഭൂതകാലത്തെ മാന്തിയെടുത്ത് നമ്മുടെ ഈ ജനതയുടെ ഭാവി എന്തിനാണ് നമ്മൾ തകരാറിലാക്കുന്നത്? ഏതെല്ലാം മസ്ജിദുകളുടെ ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. ഒരുപക്ഷെ ആരും ശ്രദ്ധിക്കാതിരുന്ന ഒരു ആർട്ടിക്കിൾ, ഒരു ലേഖനം കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്നു. അത് എഴുതിയത് ഷാസിയ ഇൽമി എന്ന് പറയുന്ന BJPയുടെ വക്താവാണ്. അത് ഒരുപക്ഷെ ഈ BJPയുടെ വക്താവ് ഗോപാലകൃഷ്ണൻ ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ BJPയുടെ ദേശീയ വക്താവിൻ്റെ ലേഖനം ഞാൻ ഉദ്ധരിക്കുന്നത്. ആ ലേഖനത്തിൽ കൃത്യമായി പറയുന്നുണ്ട്, ഈ അജ്മീർ ദർഗ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളിൽ മേൽ അവകാശവാദം ഉന്നയിക്കുന്നത് ഈ രാജ്യത്തെ തകർക്കുമെന്നും RSSൻ്റെ മേധാവി മോഹൻ ഭഗത് പറഞ്ഞ കാര്യത്തിന് ഘടകവിരുദ്ധമായിട്ടാണ് ഈ സംഘടനയുടെ അനുയായികൾ പ്രവർത്തിക്കുന്നതെന്നും അവർ യഥാർത്ഥത്തിൽ ലേഖനത്തിൽ സമർത്ഥിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ അജ്മീർ ദർഗ എനിക്ക് ഏറ്റവും സങ്കടം തോന്നിയെന്ന് വെച്ചാൽ, ജവഹർലാൽ നെഹ്റു മുതൽ നരേന്ദ്രമോദി വരെയുള്ള ആൾക്കാർ ചാദർ അയച്ചു കൊടുക്കുന്ന ഒരു ദർഗയാണത്. ചാദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വഴിപാടിന് തുല്യമാണ്. അതായത് ഖബറിൻ്റെ മുകളിൽ വിരിക്കാനുള്ള ഒരു തുണിയാണ് ഈ ചാദർ. അത് അയച്ചു കൊടുത്തിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണെന്നറിയോ? അടൽ ബിഹാരി വാജ്പേയിയും ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. എന്ത് പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കാം അദ്ദേഹം അജ്മീർ ദർഗയിലേക്ക് ചാദർ, എന്ത് വഴിപാട് നേർന്നുകൊണ്ടായിരിക്കാം അദ്ദേഹം അയച്ചത്? എന്നിട്ട് അദ്ദേഹത്തിൻ്റെ അനുയായികൾ ഈ അജ്മീറിന് പോൽ യഥാർത്ഥത്തിൽ അവകാശവാദം ഉന്നയിക്കുകയാണ്. മൊയ്നുദ്ദീൻ ചിഷ്ടിയുടെ ഹിന്ദുക്കൾ ഉൾപ്പെടെ എല്ലാ മതസ്ഥരും ആരാധിക്കുന്ന ഒരു ദർഗയ്ക്ക് മേൽ പോലും അവകാശവാദം ഉന്നയിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കണക്കിലെടുത്തു കഴിഞ്ഞാൽ ഒരു 12 സ്ഥലങ്ങളെങ്കിലും സ്ഫോടനാത്മകമായ സ്ഥിതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഡൽഹിയിലെ
ജമാ മസ്ജിദ് ഉൾപ്പെടെ അല്ലെങ്കിൽ കുത്തബ് മീനാർ ഉൾപ്പെടെ യഥാർത്ഥത്തിൽ ഇന്ത്യ എങ്ങോട്ടാണ് പോകുന്നത്? ധ്രുവീകരണ രാഷ്ട്രീയത്തിൻ്റെ പരീക്ഷണശാലയാക്കാൻ വേണ്ടി നമ്മൾ ഈ പറഞ്ഞ മസ്ജിദുകളെ മാറ്റാൻ പാടുണ്ടോ? യഥാർത്ഥത്തിൽ എന്നെ വിഷമിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം, യഥാർത്ഥത്തിൽ ഇന്ത്യയെ നല്ല രീതിയിൽ നയിക്കാൻ ശേഷിയുള്ള രീതിയിലുള്ള അല്ലെങ്കിൽ അതിന് കഴിയുമാവുന്ന വിധിപ്രസ്താവങ്ങൾ നടത്താൻ കഴിയുമായിരുന്ന ഒരു മുഖ്യ ന്യായാധിപൻ്റെ വിധിപ്രസ്താവങ്ങളാണ് യഥാർത്ഥത്തിൽ ഹാഷ്മി പറഞ്ഞ പോലെ പണ്ടാര ബോക്സ് തുറന്നിരിക്കുന്നത്. അദ്ദേഹം തന്നെ ഒരുപക്ഷെ 2022 അദ്ദേഹം തൻ്റെ ഈ പറഞ്ഞ ഗ്യാൻവാബി സംബന്ധിച്ചുള്ള വിധിപ്രസ്താവന നടത്തുന്നതിന് മുമ്പ് 2019 അദ്ദേഹം അയോധ്യ വിധിയിൽ നടത്തിയ പരാമർശങ്ങൾ ഒന്ന് വായിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ വലിയൊരു വിപത്ത് ഒഴിയുമായിരുന്നു. ഈ ഒരു ചർച്ചയ്ക്ക് ഒരുപക്ഷെ അലകും പിടിയും സമ്മാനിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചന്ദ്രചൂഡ് കൂടി ഭാഗവാക്കായിട്ടുള്ള 2019 ആ ജഡ്ജ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട പ്രസക്തമായ ഒരു 3 വരികൾ വായിക്കുകയാണ്. മുഗൾ രാജാക്കന്മാർ ഹൈന്ദവ ആരാധനാലയങ്ങൾക്കെതിരെ ചെയ്ത പ്രവൃത്തികളുടെ പേരിലുള്ള അവകാശവാദങ്ങൾ വർത്തമാനകാല ന്യായങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയില്ല. പൗരാണിക ഭരണകർത്താക്കളുടെ ചെയ്തികൾക്ക് ഉത്തരമോ പോംവഴിയോ തേടിയാൽ നിയമത്തിന് മറുപടി നൽകാനായില്ല. ധാർമ്മികമായി തെറ്റാണെന്ന് ഇന്ന് വിലയിരുത്തുന്ന അല്ലെങ്കിൽ വർത്തമാനകാലത്തെ കോലാഹലങ്ങൾക്ക് വഴിവെച്ചേക്കാവുന്ന സംവാദങ്ങൾ കെട്ടഴിച്ചു വിടുന്ന സംഭവങ്ങൾക്കും കൊണ്ട് നിറഞ്ഞതാണിത്. ചരിത്രം അതുകൊണ്ട് രാജാക്കന്മാർ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറഞ്ഞ് വിവാദങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് ഈ ചന്ദ്രചൂഡ് കൂടി ഭാഗവാക്കായ സുപ്രീം കോടതി ബെഞ്ചാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതിന് തീർത്തും ഘടകവിരുദ്ധമായിട്ടാണ് 2022 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ